ചെറിയൊരു വീഡിയോ. അങ്ങനെ എൻ്റെ ഗാർഡൻ വീണ്ടും പൂത്തു. നമ്മൾ പഴയ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ ഇത് പനീർ റോസ്, നല്ല വാസനയുള്ളതാണ്. ഇതാണ് ഞാൻ പണ്ട് റോസ് വൈൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റ് എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ ജസ്റ്റ് അങ്ങ് എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഹൈഡ്രാഞ്ചിയ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നിറയെ മുട്ടിട്ടിട്ടുണ്ട്. ഇത് ബ്ലൂ റോസ് എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്, പക്ഷേ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഡാർക്ക് റെഡായിരുന്നു കേട്ടോ. ഇതെൻ്റെ പുതിയ പൂവ്. ഈ ദിവസങ്ങളിൽ വിരിഞ്ഞതേ ഉള്ളൂ. ചെറിയ സെൻറ്റർ റോസ് എന്ന് എഴുതി വാങ്ങുന്നതിനാണ് വാസന ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കുറച്ച് ഞാൻ ഈ നമ്മുടെ കഞ്ഞിവെള്ളം, അതുപോലെ പിന്നെ ലിക്വിഡ് ഫീഡ് കിട്ടില്ല അത്, പിന്നെ കുറച്ച് എല്ലുപൊടി അതൊക്കെ വാങ്ങാൻ കിട്ടും. അതാണ് ഇതിന് കൊടുക്കുന്നത്. പക്ഷേ ഇതുണ്ടായി. ഇത് പിച്ചോണി എന്ന് പറഞ്ഞാൽ ഡാലിയ പോലത്തെ വേറൊരു സൈസാണ്. അത് ഒറ്റയടിക്ക് ഉണ്ടാവും, അപ്പം തന്നെ അത് തീരും. പക്ഷേ ഗാർഡന് നല്ല കളർ വരുന്നത് അതാണ്. പിന്നെ പിങ്ക് റോസ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ മുട്ടുണ്ട്. എൻ്റെ പിങ്ക് റോസ്. ഇത് മറ്റേ പനീർ റോസിൻ്റെ ഒരു ചെറിയ കമ്പ് വെച്ചതാണ്. കാരണം ടൂ മച്ച് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളിതിൻ്റെ പൂവ് മാറ്റി കൊടുത്താൽ അടുത്തുള്ളൊരു ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളത് കെയർഫുള്ളാവണം. അല്ലാതെ ഇതല്ലെങ്കിൽ അവിഞ്ഞ് പോകും. ഇപ്പോൾ അതിനങ്ങ് എടുക്കാണ്. അപ്പോൾ ആ 3 മുട്ടിനും വിരിയാൻ സ്ഥലമായി. നല്ല വാസനയുണ്ടാവും. ഒത്തിരി ഉണ്ടായി വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ലവണ്ടർ എല്ലാം നല്ല മൊട്ടായി നിൽക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതെല്ലാം കുറച്ചും കൂടി ലവണ്ടർ കളറാവും. അന്നേരം ഇതിനെ വെട്ടി വെച്ചാൽ കാലാകാലത്തോളം നിൽക്കും. 3 കൊല്ലമായി ഞാനിങ്ങനെ വെട്ടി വെക്കുന്നത്. അപ്പം സ്മെല്ല് ഒരിക്കലും പോകില്ല. ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ സ്ലീപ്പ്. പില്ലോയുടെ അടിയിൽ ഒരു ചെറിയ കുശി ഇതിൽ ചെറിയൊരു തുണിയിൽ ഇങ്ങനെ കുശി പോലെ ഉണ്ടാക്കി വെച്ച് കിടന്നു. നല്ല റിലാക്സിങ്. അപ്പോൾ സോഫാർ എൻ്റെ ഗാർഡൻ ഇതാണ്. അപ്പം ഞാൻ ഈ വർഷം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ തന്നെത്താനുണ്ടായി വന്നോളും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യുന്ന എന്തൊരു സന്തോഷമല്ലേ. പിന്നെ പുതിയൊരു റോസിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ യെല്ലോ റോസ്. നല്ല സെൻറ്റഡ് ആണ്, നല്ല വാസനയുണ്ട് ഇതിന്. പിന്നെ ഇതാണ് എൻ്റെ ആർച്ച് റോസ്. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഈ ആർച്ച് ഉണ്ടാക്കിയത്. 2 സൈഡിലും ഓരോ റോസിൻ്റെ കമ്പ് വെച്ച് കൊടുത്തു. അത് മുഴുവനിപ്പോൾ വൈറ്റ് പൂവായിട്ട് വിരിഞ്ഞ് വന്നു. ഇനി എക്സ്ട്രാ ഉള്ളത് വെട്ടി കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ അവിടെ ചെറിയൊരു പൂളല്ല ഒരു കുളം. അത് 3-4 മീനൊക്കെ ഉണ്ട്. വല്ലപ്പോഴും വെച്ചിട്ട് തീറ്റയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ വീടിൻ്റെ ചെറിയ ഗാർഡൻ. നിങ്ങളും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇട്ടത്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഗാർഡനും പൂക്കളും എൻജോയ് ചെയ്യുക. ബൈ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. എൻജോയ് യുവർ ലൈഫ്. ബി ഹാപ്പി.